ഷാനവാസ് എന്ന ഗെയിമറിന് ഒരു കയ്യടി അങ്ങോട്ട് കൊടുത്തിട്ട് തന്നെ വേണം ഈ വീഡിയോ എനിക്ക് അങ്ങോട്ട് തുടങ്ങാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വന്തം ഉമ്മാനെ പോലും, മരിച്ചുപോയ സ്വന്തം ഉമ്മാനെ പോലും ഇന്ന് നോമിനേഷൻ സമയത്ത് വലിച്ചു കൊണ്ടുവരുന്ന ഷാനവാസെ, താങ്കളാണ് ശരിക്കുള്ള ഗെയിമർ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അടുത്ത എവിക്ഷൻ ആരൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി, ആര്യൻ, നെവിൻ, നൂറ, ഷാനവാസ്, അക്ബർ, ഇത്രയും പേരാണ് അടുത്ത എവിക്ഷനകത്ത് ഉള്ളത്. ഇതിനകത്തൊന്ന് ആര് പുറത്ത് പോകും എന്ന് നമുക്ക് ഇപ്പോഴേ പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും പേരുണ്ട്. നമ്മുടെ ആദില, അനീഷേട്ടൻ, സാബുമാൻ ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു സാബുമാനെ, നിന്റെയാണ് തലയിലെഴുത്ത്, നല്ല ഒന്നാം തരം തലയിലെഴുത്ത്. അപ്പോൾ എന്താണെങ്കിലും ആദില ഇല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആദിലയുടെ പേരും ഒന്നും ആരും പറഞ്ഞില്ല. എന്താണെങ്കിലും കൊള്ളാം. പക്ഷെ നൂറയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. നൂറയ്ക്ക് നല്ല സങ്കടം ഉണ്ട് അക്കാര്യത്തിൽ. ഞാനും നേരത്തെ പറഞ്ഞല്ലോ, നൂറയുടെ ഗെയിം ഓൾറെഡി ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദിലേനെ മറ്റേ നല്ല രീതിയിൽ നയിക്കാൻ പോയി മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച നൂറ ടാറ്റ ബൈ ബൈ പറയാൻ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ കേട്ടോ, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല വോട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ആദില, നൂറ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം. നമുക്ക് നോമിനേഷൻ ആദ്യം തൊട്ട് തുടങ്ങാം. എല്ലാവരും വന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാവരും പറയുന്ന പേരുകളൊന്നും എടുത്തു വെച്ച് അങ്ങോട്ട് പറയാനൊന്നും പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആദില നോമിനേറ്റ് ചെയ്തതിനെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തതിനെ പറ്റി സംസാരിക്കാനുണ്ട്. പിന്നെ അക്ബർ വന്നിട്ട് നമ്മുടെ അനുമോളുടെയും ഷാനവാസിൻ്റെയും പേരൊക്കെയാണ് കേട്ടോ പറയുന്നത്. പറഞ്ഞോട്ടെ, അതിനകത്തൊന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ആദില വന്നിട്ട് ഷാനവാസിൻ്റെ പേര് പറയുന്നുണ്ട്. അക്ബർ വന്നിട്ട് ഈ അനുമോളുടെയും ഷാനവാസിൻ്റെയും പറയുന്നതൊക്കെ അതുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഈ ആദില ഷാനവാസിന്റെ പേര് പറയുമ്പോഴും പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗം ഉള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ എടുത്ത് ഒരു ചർച്ചാ വിഷയമാക്കാൻ പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദില നിങ്ങൾ ആലോചിക്കണം. പെങ്ങളൂട്ടി കഴിഞ്ഞ ദിവസം വരെ ലാലേട്ടൻ ഷാനവാസിനെ വലിച്ച് കീറുന്നോടം വരെ പെങ്ങളൂട്ടി ആയിരുന്നേ, ഉമ്മ പെങ്ങളൂട്ടി ആയിരുന്നേ. ഇപ്പം നേരെ കളി അങ്ങ് മാറ്റി. അതിലെ നൂറെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ അവർ നടത്തിയ ഡിസ്കഷനെ പറ്റിയിട്ടും ഒക്കെ, പാതിരാത്രി നടത്തിയ ഡിസ്കഷനെ പറ്റിയിട്ടും ഒക്കെ അതിലെ നോമിനേഷൻ സമയത്ത് പറയുന്നുണ്ട്. അതിലപ്പോൾ പറയുന്നുണ്ട്, ഗെയിമായിട്ട് എടുക്കാൻ പുള്ളിക്ക് പലതും ഇവിടെ പറ്റുന്നില്ല. സീക്രട്ട് ടാസ്ക് പുള്ളി ഫ്ലോപ്പാക്കി. പുള്ളി പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് ഹൗസിന്റെ ഗേറ്റിനുള്ളിലേക്ക് വരുമ്പോൾ പുള്ളി വേറെ ഒരാളാണ്, അതായത് ഒരു ക്യാരക്ടർ പിടിച്ചാണ് പുള്ളി ഇവിടെ നിൽക്കുന്നതെന്ന് പുള്ളി ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എക്സ്പോസ് ചെയ്യാണ് ഷാനവാസിനെ ആദിലെ അവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാനായിട്ട് പറയുന്നതല്ലേ. ഈ ലൈവ് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. എപ്പിസോഡിനകത്ത് ഇത് മൊത്തം കാണിക്കുമോ നമുക്ക് അറിയത്തില്ല. ഇവിടെ നമ്മളെല്ലാവരും ട്രൂ സെൽഫ് നിൽക്കാനാണ് വന്നിരിക്കുന്നത്, അഭിനയിച്ച് പിടിച്ച് നിൽക്കാൻ അല്ല വന്നിരിക്കുന്നത് എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. നിൽക്കുന്ന എല്ലാവരും മറ്റേ ട്രൂ സെൽഫാണ് നിൽക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഇൻക്ലൂഡിങ് അനീഷേട്ടൻ്റെ കാര്യം. പുള്ളി അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് പുള്ളിയെ പേഴ്സണലായിട്ട് അറിയത്തില്ല. നാളെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് പുള്ളി യൂട്യൂബ് വഴിയിലൊക്കെ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് പറയാം, ഇത് തന്നെയാണ് പുള്ളി ബിഗ് ബോസിനകത്ത് നിന്ന കളി, അല്ലെങ്കിൽ ഇതാണ് പുള്ളിയുടെ കളി എന്നല്ല, പുള്ളി ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ പുള്ളിയുടെ ഗെയിം ആയിരിക്കാം, പുള്ളി ബ്രില്യൻ ഗെയിമർ ആയിരിക്കാം, അങ്ങനെ നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ട്രൂ സെൽഫായിട്ട് നിൽക്കണം, അഭിനയിച്ച് നിൽക്കാൻ പാടില്ല. അതിനോടൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ഇപ്പോഴാണോ ആദിലേക്ക് ഇതൊക്കെ മനസ്സിലായത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇപ്പൊ വന്നിട്ട് നേരെ പുള്ളിയുടെ നെഞ്ചത്തോട്ടാ, പുള്ളിയെ ഉൾട്ട പുള്ളിക്കിട്ടുള്ള അടി. അതിനോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അത് ഭയങ്കര വല്ലാത്തൊരു, പറയുന്നതിനകത്തൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പോലും മറ്റേ കഴിഞ്ഞ ദിവസം വരെ പുള്ളിയുടെ കൂടെ കയറിയിരുന്ന് ഉമ്മയെ കൊടുത്തോണ്ടിരുന്നിട്ട് ഒരു ഫ്ലോയ്ക്ക് പറയുമോ കേട്ടോ. അതിൽ ഉമ്മ കൊടുത്തൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും വലിയൊരു പെങ്ങളാങ്ങളെ കണക്ഷൻ ആയിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം പുള്ളി മെയിൽ ഷോവനിസ്റ്റ് ആയി. അതിനെ പറ്റിയിട്ടൊക്കെ അതിലിരുന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളി ഇമേജ് കോൺഷ്യസ് ആണ്. പുള്ളി ഞാനും നൂറേയും ആദിലയൊക്കെ അനുമോളും ഒക്കെ ഇന്നലെ ഇരുന്ന് സംസാരിച്ച കാര്യം, പുള്ളിയെ പറ്റി ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു. അത് പുള്ളി അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അടുക്ക വലിയൊരു ടച്ച് ഇല്ല. പുള്ളിക്ക് ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇനിയും പുള്ളിയുടെ ഇമേജ് താഴത്തേക്ക് പോകുമോ എന്നുള്ളൊരു പേടി. ഇമേജ് കോൺഷ്യസ് ആണ് പുള്ളി എന്നൊക്കെ അത് വ്യക്തമാണ്. അത് പുള്ളി ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പുള്ളി വന്നിരുന്ന് നമ്മുടെ കൺഫെഷൻ റൂമിലിരുന്നുള്ള പുള്ളിയുടെ നോമിനേഷൻ ആ ഒരു പരിപാടി കണ്ട ആളുകൾക്ക് അറിയാം. പുള്ളി നല്ല ഒന്നാമതൊരു ഇമേജ് കോൺഷ്യസ് ആണ്. പുള്ളി നോമിനേഷന് കയറിയിട്ട് പുള്ളിയെ തന്നെ വെളുപ്പിക്കാനാണ് ഒരു അരമണിക്കൂർ എടുത്തത്. അതിനുശേഷമാണ് പുള്ളി പേരുകളൊക്കെ പറയുന്നത്. ആ ഒരു മൂട ആദ്യമേ അക്ബറിന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അക്ബറിന്റെ കുറ്റം പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി ഇരുന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഈ പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ആദില പറയുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞതൊക്കെ പറയാം, വെയിറ്റ് ചെയ്യേ. നമ്മുടെ ആദില പറയുന്നുണ്ട്, ഈ മിത്രങ്ങളി, ഈ ഫ്രണ്ട്ഷിപ്പ് കളിയൊക്കെ അതൊക്കെ വെറുതെയാണ്.
പുള്ളി തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇവിടെയല്ലേ, ഈ മിത്രമൊക്കെ ഇവിടെയല്ലേ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് ആദില പറയുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പുള്ളിയുടെ ഈ ഫ്രണ്ട്ഷിപ്പ് മിത്രം എന്നൊക്കെ പറയുന്നത് എനിക്കത്ര ജെനുവിനായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഒന്ന് താഴെ പറയണേ. ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഷാനവാസിന്റെ പ്രേമികളെ നിങ്ങളും പറ. പുള്ളിയുടെ ആ ഒരു മിത്രം കളി അത് ഭയങ്കര ഒറിജിനൽ ആണോ? എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. പിന്നെ അതിൽ പറയുന്നുണ്ട് പുള്ളിക്ക് എല്ലാവരും ഒരു യൂസ് ആൻഡ് ത്രോ ആണ്. പുള്ളി ഓരോ ആഴ്ചയും പുള്ളി ഓരോ ആൾക്കാരെ പിടിക്കും. ഇപ്പൊ താ ലക്ഷ്മിയുടെ കൂടെയാണ്, ലക്ഷ്മിയാണ് പിടിച്ചിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ചെറിയ സപ്പോർട്ട് പോലെ ലക്ഷ്മി, സപ്പോർട്ടൊന്നും അല്ല, അത് മാറി എന്ന് കുത്തിയതാ. അത് ഈ ഷാനവാസിന് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും. അപ്പം അതിന്റെ പേരിലൊക്കെ ആയിരിക്കും ഇപ്പൊ ലക്ഷ്മിയുടെ കൂടെയാണ്, തമ്പ്രാട്ടിയുടെ കൂടെയാണ് ഇപ്പൊ മോൻ പോയി ഒട്ടിയിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു, ഞങ്ങളുടെ എക്സ്പയറി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങളെ ത്രോ ചെയ്തു എന്നൊക്കെ നമ്മുടെ ആദില ഇരുന്ന് പറയുന്നുണ്ട്. ആലോചിക്കണം, പെങ്ങളൂട്ടിയാണ് ഇരുന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വലിച്ച് ഷാനവാസിനെ കീറിയതിന് ശേഷമാണ് ഈ മനംമാറ്റം കംപ്ലീറ്റ്ലി അങ്ങ് മാറിയത്. അത് വേറൊരു കാര്യം. അതിന്റെ തലേദിവസം വരെ പോലും അടുത്ത് പോയിരുന്ന് മറ്റേ പറഞ്ഞുകൊണ്ടിരുന്ന ടീമുകളാണ്, സൊറ പറഞ്ഞുകൊണ്ടിരുന്ന ടീമുകൾ ഇപ്പൊ പെട്ടെന്ന് അങ്ങ് മാറി. ഇത് ജനങ്ങൾ കാണുന്നുണ്ടെന്ന് അതിലേക്ക് വല്ല ഓർമ്മയുണ്ടോ? എന്തായാലും ആവട്ടെ. എന്താണെങ്കിലും ഷാനവാസിന്റെ പേര് പറയുന്നു, അതിനുശേഷം ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത്. ലക്ഷ്മിയുടെ പേര് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി നോമിനേഷൻ പരിപാടിയുടെ നോമിനേഷൻ ആരെയൊക്കെ നമ്മൾ പുറത്താക്കണം, ആരുടെയൊക്കെ പേര് പറയണം, ഇതൊക്കെ നേരത്തെ നമ്മുടെ ലക്ഷ്മി അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല, ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ലക്ഷ്മി ഈ പരിപാടി ചെയ്തെന്ന് പറയുന്നു. പിന്നെ ആര്യന്റെ മറ്റേ മമ്മികളിയുണ്ട്, ആര്യന്റെ ഒരു അമ്മകളി ലക്ഷ്മിക്കുണ്ട്, അതൊന്നും അത്ര നല്ലതല്ല. പിന്നെ പ്രിൻസിപ്പൾ ആണ് എന്നുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെയാണ് ലക്ഷ്മി ഇവിടെ കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് ഓൾറെഡി ലക്ഷ്മി നമ്മുടെ നൂറേം ആദിലയും സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കളി. കാരണം ഈ ഒരു വേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് അതിലെ യൂസ് ചെയ്യുന്നുണ്ട്. നൂറ വന്നിട്ട് നോമിനേഷനിൽ ലക്ഷ്മിയുടെ പേര് പറയുമ്പോഴും അവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പളുടെ ഒരു മൂഡാണ് അവൾ എന്തോ ഒരു പ്രിൻസിപ്പൾ ആണെന്നുള്ളൊരു മൂഡിലാണ് ഇവിടെ വന്നിട്ട് നമ്മളെയൊക്കെ ഭരിപ്പിക്കുന്നത് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ എന്താണെങ്കിലും അതിലെ ഇവർ രണ്ടുപേരുടെയും പേര് പറയുന്നുണ്ട്. അതിനുശേഷം നെവിൻ വരുന്നു, സാബുമാന്റെയും അക്ബറിന്റെയും പേര് പറയുന്നു. സാബുമാന്റെ പേര് പറഞ്ഞിട്ട് നെവിൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണ്. അവനൊരു നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്, പക്ഷെ അവനൊരു ഗെയിമർ അല്ല, അവന് ടാസ്ക് ഒന്നും വലിയ സുഖമൊന്നും ഇല്ല എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അവൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ നെവിൻ തന്നെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ടു നെവിൻ സാബുമാനുമായിട്ട് മുട്ടം വഴക്കാം. കാരണം സാബുമാൻ ഓപ്പൺ നോമിനേഷനാണ്, അവർ 3 പേര് മറ്റേ ക്യാപ്റ്റൻസിക്ക് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ 3 പേരുടെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നെവിൻ്റെ പേര് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നെവിൻ അവിടെ കിടന്നുകൊണ്ട് പുകിലുണ്ടാക്കുന്നുണ്ട്. നല്ല മനുഷ്യനാന്ന് പറഞ്ഞവരാകത്തിരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നെവിൻ വന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നൂറ വരുന്നു, ലക്ഷ്മിയുടെയും നെവിൻ്റെയും പേരാണ് നൂറയും പറയുന്നത്. ഈ പ്രിൻസിപ്പൾ ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ്, പിന്നെ ടാസ്കും വലിയ സുഖമൊന്നും ഇല്ല ലക്ഷ്മിയുടെ എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ഷാനവാസ് കാക്ക വരുന്നത്. ഷാനവാസ് വന്ന കാക്ക കയറി വരുമ്പോഴേ മറ്റേ നാടകത്തിനുള്ള തിരശ്ശീല ഇങ്ങോട്ട് വീഴുകയാണ്. വന്ന് കയറി അക്ബറിന്റെ പേരങ്ങോട്ട് പറയും. അതിന് ശേഷം പിന്നെ ഒരു 3-4 മിനിറ്റ് പുള്ളിയെ തന്നെ ഇരുന്ന് അങ്ങ് വെളുപ്പിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഇയാളുടെ ഉറപ്പായിട്ടും കാണും കേട്ടോ, കുറെ ചേച്ചിമാരൊക്കെ കാണും, കുറെ ഇത്താത്തമാരും ഒക്കെ കാണും. പുള്ളി എന്ത് കാണിച്ചാലും പുള്ളി ഇത്തിരി സെന്റി അടിച്ചു കഴിഞ്ഞാൽ അയ്യോ ചുന്ദരി വാവ എന്നും പറഞ്ഞ് പുള്ളിക്ക് വോട്ട് കുത്താൻ കുറെ പേര് കാണും. വോട്ട് കുത്തുക, ഞാൻ പറയുന്നത് പുള്ളിക്ക് വോട്ട് കുത്തണം. നിങ്ങൾ കുത്തണം. ഷാനവാസിനെ പ്രേമിക്കുന്ന, അല്ലെങ്കിൽ ഷാനവാസിനെ പ്രിയപ്പെട്ടവനായിട്ട് കാണുന്ന എല്ലാ ജനങ്ങളും, അവൻ നല്ലൊരു കുഞ്ഞാണെന്ന് വിചാരിക്കുന്ന എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഷാനവാസിന് വോട്ട് കുത്തണം. അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ. കാരണം നിങ്ങൾ മണ്ടന്മാരാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രൂവ് ചെയ്യണം. കാരണം ഇത്രയൊക്കെ അവൻ കിടന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞു, കുറേ നേരമായിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഷാനവാസിന്റെ അനക്കമില്ല, ഒരനക്കവും ഇല്ല. ഇന്നലെ രാത്രിയിലും അനക്കമൊന്നുമില്ല. ഷാനവാസ് ഒറ്റയ്ക്കിരിക്കുക. ഞാൻ അപ്പോഴേ ചിന്തിച്ചു, ഇയാൾ ഒതുങ്ങിപ്പോയോ? ഒന്നുമല്ല, ഷാനവാസ് ഇരുന്ന് വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു, എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ എന്നെ വെളുപ്പിച്ച് കാണിക്കണം എന്നുള്ളത്. താൻ നോമിനേഷന് കൺഫെഷൻ റൂമിൽ ഇരുന്ന് അങ്ങോട്ട് വെളുപ്പീരിന്റെ അങ്ങേ അറ്റം വന്നിട്ട് മറ്റേ എന്താണ് ഈ ഉമ്മാന്റെ മരണം, പുള്ളിയുടെ ഉമ്മയുടെ മരണശേഷം വീട് നോക്കുന്നത്, പെങ്ങളെ നോക്കുന്നത്, ഇതൊക്കെ ഞാനാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, എനിക്ക് അതുകൊണ്ട് തന്നെ സമയം കിട്ടിയിട്ടില്ല ബിഗ് ബോസ് കാണാനായിട്ട്, അതുകൊണ്ട് തന്നെ ഈ സീക്രട്ട് ടാസ്കിനെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയും മോനും വന്നല്ലോ, ആ ഉമ്മേനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മരിച്ചുപോയ ഉമ്മയെ പോലെയാണ് ഓർമ്മ വന്നത്. എൻ്റെ മരിച്ചുപോയ ഉമ്മ വന്ന് എന്നെ വഴക്ക് പറയുന്ന കണക്കാണ് ആ ഉമ്മ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. നോമിനേഷൻ ചെയ്യാൻ കിട്ടിയ സ്പേസിൽ വന്നിരുന്ന് പുള്ളി വെളുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ചേ. പുള്ളിയുടെ ഈ കഥ പറയണമെങ്കിൽ പുള്ളിക്ക് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി എന്ന് പറയാം.
നോമിനേഷൻ ചെയ്യാൻ കിട്ടിയ സ്പേസിൽ പുള്ളിയുടെ കഥ അങ്ങ് പറയുക, അങ്ങ് തള്ളി മറിക്കുക. എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. മരിച്ചുപോയ ഉമ്മേനെ വലിച്ചിടുന്നു, എന്ത് കാര്യത്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടല്ല, അക്ബറിന്റെ പേര് പറഞ്ഞിട്ട് പുള്ളിയെ തന്നെ ഇരുന്ന് വെളുപ്പിച്ച് ലാസ്റ്റ് ആയപ്പോൾ പുള്ളി പറയുന്നു ഈ എടി പൊടി എന്നുള്ള വിളിയൊക്കെ ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്തി. പക്ഷെ അതിപ്പോഴും ഇവിടെ പറയുന്ന ഒരാളുണ്ട്, അക്ബർ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു കാണും, മറ്റേ പാലെടുത്തതിന്റെ പേരിലൊരു വഴക്കുണ്ടായി. അവിടെ അനുമോള് നെവിനെ പട ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതിന്റെ ഇടയ്ക്കോട്ട് അക്ബർ കയറുന്നുണ്ട്. എന്നിട്ട് അക്ബർ അനുമോളെ എടി പൊടി എന്ന് വിളിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അനുമോളും തിരിച്ച് വിളിക്കുന്നുണ്ടെന്നേ. അനുമോള് എടാ പോടാ പാടാ നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇച്ചിരിയൊക്കെ. എനിക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടാൽ അറിയാം. പക്ഷെ ഇപ്പൊ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. കാരണം ഇതാണ് ചെയ്യാത്തത്. അനുമോള് വിളിക്കുന്നുണ്ട്. അനുമോൾക്കാരെ അധികാരം കൊടുത്ത് എന്നിട്ട് അക്ബറിന്റെ നിന്റെ വീട്ടിലിരിക്കുന്നവരെ പോയി പറയടാ എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അതൊക്കെ പറയാൻ ഞാൻ അതിനോടൊന്നും യോജിക്കത്തില്ല. അനുമോൾക്ക് എന്തും വിളിച്ചു പറയാം, എന്നിട്ട് തിരിച്ചു പറയുമ്പോൾ മാത്രം അത് ഇത്ര വലിയ പ്രശ്നം. അത് അനുമോൾക്കും പ്രശ്നമില്ല. അതിവിടെ എടുത്തോണ്ട് വന്നിരിക്കുന്ന അനുമോൾ അക്ബറിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇല്ല, പറഞ്ഞിട്ടില്ല. അനുമോൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അനുമോൾ പറഞ്ഞില്ല. ഷാനവാസിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇന്നലെ അനുമോളും അക്ബറും ഉണ്ടായ പ്രശ്നത്തിൽ അക്ബർ എടിബോഡി വിളിച്ച കേസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ അക്ബറിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, വളരെ മഹത് വ്യക്തിയാണ്. ലാലേട്ടൻ്റെ അടുക്ക വരെ മറ്റേ കലിപ്പായിരുന്നു ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക്. നമ്മൾ മുഖം കാണുമ്പോൾ മനസ്സിലാവത്തില്ല ഒരാളുടെ, ആ മൊത്തത്തിലൊന്നും മനസ്സിലാവത്തില്ല ഒരാളുടെ മുഖം കണ്ട. പക്ഷെ പുള്ളിയുടെ മറ്റേ ഇങ്ങനെ മറ്റേ കണ്ടതാണല്ലോ നിങ്ങൾ, ഞാൻ കൂടുതൽ അതിനെ വിശദീകരിക്കുന്നില്ല. ആ ഒരു എക്സ്പ്രഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലാലേട്ടനെ പോലും പുച്ഛിക്കുന്ന, ലാലേട്ടനോട് പോലും തിരിച്ചു കനത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സംസാരിക്കാം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ. പക്ഷെ പുള്ളി ഒരു ഗെയിമിനെ കുളമാക്കി. എന്നിട്ട് പിന്നെ ന്യായീകരിക്കുക, ഞാൻ ഗെയിം കണ്ടിട്ടില്ല അങ്ങനെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദില നോമിനേറ്റ് ചെയ്ത സമയത്ത് അത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ അത് പറയുന്നുണ്ട്. അനുമോളൊക്കെ ഇരുന്ന് ഒരു ചിക്കൻ പീസ് വരെ കാണിച്ചു കൊടുത്തു. ആ ആര്യൻ ഞങ്ങൾ കഴിച്ചതാണ്, ഞങ്ങളുടെ കൂടെ നിൽക്ക്. എന്നിട്ട് പോലും അത് കുളമാക്കി കളഞ്ഞ വ്യക്തി. ആ ചിക്കൻ പീസ് എവിടുന്ന വരുന്നത്, ആകാശത്തുനിന്ന് പൊട്ടി വീഴുവോ? അതൊക്കെ കാണിക്കുമ്പോൾ ഏതൊരുത്തരാണെങ്കിലും മനസ്സിലാവും ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ടെന്ന്. അത്രയും മണ്ടനായിട്ടുള്ളൊരു വ്യക്തി എന്തിനകത്ത് നിൽക്കുന്നു? ഞാനും അത് ചോദിക്കും, ഇല്ലാതെ പറയത്തില്ല. എന്നിട്ട് അക്ബറിന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ ഈ സീക്രട്ട് ടാസ്കിന്റെ കാര്യം വെച്ചിട്ട് അക്ബറിന്റെ പേര് പറയാൻ നേരത്ത് അക്ബറിനെ നോമിനേറ്റ് ചെയ്തതിനു ശേഷം അക്ബറിന്റെ പേര് ഈ റീസൺസ് പറയണമല്ലോ. അപ്പം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അക്ബറാണ് എന്നെ വിളിച്ചത്, ലക്ഷ്മിയൊക്കെ പറഞ്ഞിരുന്നു ഒരു ഫുഡ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഷാനവാസ് പറയുന്നതാണ്, ഒരു ഫുഡ് ഷാനവാസിന് കിട്ടിയാൽ അത് ഷാനവാസ് കുട്ടികൾക്ക് വേണ്ടി, പെങ്ങന്മാർക്ക്, പിള്ളേർക്ക് വേണ്ടി ചിലപ്പം ഷെയർ ചെയ്യും. അതുകൊണ്ട് ഷാനവാസിനെ വിളിക്കരുത് എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഷാനവാസ് എന്ന് പറയുന്നത്. ഞാനതൊന്നും കേട്ടിട്ടില്ല. ഷാനവാസ് ഈ ലക്ഷ്മി ആര്യനോടോ അല്ലെങ്കിൽ അക്ബറിനോടോ ഒക്കെ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്, പിള്ളേർക്ക് വേണ്ടി ഷെയർ ചെയ്യും ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ഷാനവാസിനെ വിളിക്കണ്ട എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. മാനിപ്പുലേഷൻ. ഗെയിമറാണ്, വീണ്ടും ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എൻ്റെ മോനെ, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറ്റുമോ? ഗെയിമർ തന്നെയാണ് ഷാനവാസ്. ഇത്രയൊക്കെ മാനിപ്പുലേറ്റിംഗ് ഗെയിമർ, അങ്ങനെ ഞാൻ പറയും. മാനിപ്പുലേറ്റിംഗ് ഗെയിമർ. ടാസ്ക് ഒന്നും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും പുള്ളി മറ്റേ ആടിനെ പട്ടിയാക്കി കളയും പുള്ളി വൃത്തിക്കിരുന്ന്. ഇന്ന് കിട്ടിയ നോമിനേഷൻ സ്പേസിൽ എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഈ ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ ആര്യന്റെ പേരാ പറയുന്നത്. അത് മറ്റേ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന്റെ പേരും പറഞ്ഞിട്ടാണ്. എന്നിട്ട് അതിനകത്തും വെളുപ്പീര. ലാലേട്ടനൊക്കെ ഇട്ട് പൊരിച്ചതാ അതിന്റെ പേരും പറഞ്ഞു. എന്നിട്ടും അത് പിടിച്ചുകൊണ്ട് ഞാനതാ പറയുന്നത്, ഷാനവാസിന് വോട്ട് ചെയ്യുന്നവർ നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം ഷാനവാസിന്റെ ഉദ്ദേശം നിങ്ങളെ മണ്ടന്മാരാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മണ്ടന്മാരായിട്ട് വോട്ട് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനും വേണമെങ്കിൽ കൊടുക്കാം, മണ്ടനായിട്ട് ഞാനും വേണമെങ്കിൽ കൊടുക്കാം ഒരു വോട്ട് ഷാനവാസിന്. നോക്കട്ടെ, നാളത്തെ ഞാൻ വോട്ട് ഷാനവാസിന് കൊടുക്കാം. അല്ലാതെ, കാരണം ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു വോട്ട് കൊടുത്തേ പറ്റുള്ളൂ. അത് വേറെ കാര്യം, അത് ഞാൻ എന്തായാലും കൊടുക്കും. പക്ഷേ ബ്രില്യൻ ഗെയിമർ എന്നല്ല, ബ്രില്യൻ്റ് എന്നൊക്കെ, ബ്രില്യൻ മാനിപ്പുലേറ്റർ. എൻ്റെ പൊന്നെ സമ്മതിക്കണം. എന്താണെങ്കിലും ഷാനവാസിന്റെ ആ ഒരു നാടകത്തിന് തിരശീല വീണ് കഴിയുമ്പോഴത്തേക്ക്, തിരശീല വീണെന്ന് അങ്ങനെ അല്ലല്ലോ അല്ലേ പറയട്ടെ, നാടകം അവസാനിച്ച് കഴിയുമ്പോൾ, ഞാൻ തുടക്കത്തിലും അങ്ങനെ പറഞ്ഞ് തെറ്റിച്ചല്ലേ, വാക്ക് മാറിപ്പോയി, ക്ഷമിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസിന്റെ ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ലക്ഷ്മിയാണ് വരുന്നത്. ആദിലയുടെ അക്ബറിന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ സാബുമാൻ, അക്ബർ നെവിൻ, അത് പിന്നെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. അക്ബർ നെവിൻ, പിന്നെ ആര്യൻ, അനുമോളുടെയും നൂറയുടെയും പേര് പറയുന്നുണ്ട്. അനുമോൾ തൊട്ടടുത്ത്, ആര്യൻ കഴിഞ്ഞ ഉടനെ അനുമോൾ തൊട്ടടുത്ത് നിന്നിട്ട് നേരെ ഫസ്റ്റ് തന്നെ ആര്യന്റെ പേര് പറയുന്നുണ്ട്. അതിനുശേഷം നെവിന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞല്ലോ, എവിക്ഷനിൽ വന്നിരിക്കുന്നത് ലക്ഷ്മി, ആര്യൻ, നെവിൻ, നൂറ, ഷാനവാസ്, അക്ബർ, ഇത്രയും പേരാണ്. അപ്പം ഗംഭീര ഒരു നോമിനേഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് ഷാനവാസിൻ്റെത്. ഗംഭീര നോമിനേഷൻ.
അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദിലയുടെ കാലുവാരിയുള്ള നിലത്തടി സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം ആദില, ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നടന്നത്. ഇനി ഞാൻ ബാക്കി പോയി കാണട്ടെ, ഈ ഗ്യാപ്പ് കൊണ്ട് എന്തൊക്കെ അവിടെ നടന്നെന്ന് അറിയത്തില്ല. എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ നമ്മുടെ മറ്റേ ഹൈപ്പ് വീഡിയോ അതിലും ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.